മോളെ കല്യാണമായിട്ട് നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? രൂപ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വന്നതല്ലേ? അവളിപ്പോ വരും. ഞാൻ അമലോനെ കൊണ്ട് വന്നതാച്ചാ. ആ വയ്യാന്ന് കേട്ടിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടാ കുട്ടിക്ക്? ഒന്നും അറിയില്ല, ഡോക്ടറിന്റെ മുന്നിലിരിക്കുവാ. വിശദമായിട്ടൊന്ന് പരിശോധിക്കട്ടെ എന്ന് കരുതി. പാവം, അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന കാണും. അവളുടെ കൺമുമ്പിൽ വെച്ചല്ലേ അവളുടെ അച്ഛനെ കുത്തി കൊലപ്പെടുത്തിയത്. അതും ആ സമയം വരെ അവന് അന്ധമായ വിശ്വാസമല്ലായിരുന്നു ആ കുട്ടിക്ക്. അതൊന്നും അവൾക്ക് മറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അവളുടെ അച്ഛന്റെ മരണശേഷം അവൾ ആഹാരമേ കഴിച്ചിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം ഒമിറ്റ് ചെയ്യും. ചിലപ്പോ ഒന്നുകൂടെ ട്രിപ്പ് കൊടുക്കേണ്ടി വരും അച്ഛാ. ഇവിടെ കിടക്കട്ടെ, ഇനിയിപ്പോ രൂപ വന്നാൽ കൂട്ടിന് ആളുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ ആരുടെ ആവശ്യമില്ല. നമ്മുടെ ആൾക്കാർക്ക് ഒരു പരിഗണന എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടൂല്ലോ മോളെ. എന്നാലും ഞാൻ എടുത്തില്ലെങ്കിൽ അവർക്കൊരു വിഷമോ. ഇന്നെ തിരിച്ചുകൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോ പറ്റിയില്ലെങ്കിൽ ഞാൻ അമ്മൂമ്മ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവിടെ കാർത്തി വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഒരുത്തനിങ്ങനെ പുറത്തുള്ളോണ്ടേ അവിടെ അത്ര സന്തോഷമൊന്നും ഇല്ലച്ചാ. മോളെ, ആ ദിലീപിനോടൊന്ന് സൂക്ഷിക്കാൻ പറയണേ. ഞാനിടയ്ക്ക് ആ പയ്യനൊന്ന് വിളിച്ചായിരുന്നു. എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വിളിക്കുന്നുണ്ട്. കിരണേട്ടനും അച്ഛനും ഒക്കെ കല്യാണത്തിനിടയിലും അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. സംശയം തോന്നുന്നവരെ കുറിച്ചെല്ലാം അവര് പോലീസിനെ അറിയിക്കുന്നുണ്ട്. എന്തായാലും കല്യാണത്തിന് ഞാനങ്ങ്. ആരോഗ്യം പൂർണ്ണമായിട്ട് വന്നാൽ മതി അച്ഛാ. മോളെ, ആരോഗ്യമൊക്കെ ഇപ്പൊ ഓക്കെയാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞോണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്. വയറ്റിനകത്തോട്ട് പോയതെല്ലാം ക്ലീൻ ആക്കിയതോടെ ഞാൻ ഓക്കെ ആണെന്നേ. മൊത്തത്തിലൊരു കത്തലുണ്ടായിരുന്നു, വായ മുതൽ വയറ് വരെ. അതൊക്കെ ഒന്ന് നേരെയാക്കി എടുത്തോണ്ടിരിക്കുകയപ്പോ ഇന്ന് രാവിലെ സ്കാൻ ചെയ്തു. ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ അമലുവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലേ ആ കുട്ടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോവാ. ആ കുട്ടി എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. ശരി അച്ഛാ, എന്നാ പോയിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ അവനെ പോലെ എടുത്തിട്ട് കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളല്ലോ അമലു. വാ ഇരിക്കി, അമലു ഒന്ന് പുറത്തിരിക്കി. അവള് വലിയ സങ്കടത്തിലാണല്ലോ ഡോക്ടറെ. പാവം ഇവിടെ ഇരുന്ന് കരയായിരുന്നു. സ്നേഹിച്ചവനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാ അവനെല്ലാം സമർപ്പിച്ചത്. ഇപ്പൊ അതിന്റെ ഫലം അവളുടെ വയറ്റിലുണ്ട്. ഡോക്ടറെ, അതെ, ആ കുട്ടി പ്രഗ്നന്റ് ആണ്. എന്റെ അമ്മൂമ്മ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നതാ. ഞാൻ അപ്പൊ അത് അംഗീകരിച്ചു കൊടുത്തില്ല. പഴയ ആൾക്കാർക്ക് ലക്ഷണങ്ങൾ കാണുമ്പോ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും കല്യാണി. ഇത് ആ കുട്ടിക്ക് അറിയാമായിരുന്നു എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. പിന്നെ നാണക്കേടും ഭയവും കാരണം കല്യാണിയോടൊന്നും പറയാതിരുന്നതാ. അവിടെ അവക്ക് തെറ്റിപ്പോയത്. എന്നോട് അവക്ക് എല്ലാം പറയാമായിരുന്നു. ഇപ്പോഴെങ്കിലും കല്യാണി ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. അല്ലെങ്കിൽ ഒരു കാരണവശാലും ആരോടും ആ കുട്ടി ഒന്നും പറയില്ലായിരുന്നു. ഇവിടെ പിന്നെ പറഞ്ഞല്ലേ പറ്റൂ. കല്യാണി ഇവിടെ ഇരുന്നപ്പോ തന്നെ എനിക്ക് ആദ്യ നോട്ടത്തിൽ അവക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. മനസ്സിനകത്ത് കുറ്റബോധമുള്ളവനെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി കാണാനും കഴിയൂ. പക്ഷേ ഇവിടെ കുറ്റബോധം എന്ന വാക്ക് പോലും അറിയാത്തവനാണിത് ചെയ്തത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഞാൻ അവളോടൊന്ന് സംസാരിക്കാം. അമലു, അബദ്ധം പറ്റിപ്പോയി ചേച്ചി. അത് നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു അമലു. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ എത്രയോ മുൻപേ എന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അവന്റെ കുഞ്ഞിനെ വളർത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരിക്കലും ചേച്ചി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവാം. ആരും ഒന്നും അറിയത്തുമില്ല. നിന്റെ വേലോ എന്നോട് അങ്ങേയറ്റ സ്നേഹവും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാ. നിങ്ങൾ മനദൈവങ്ങളെ അമിതമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എന്നിട്ട് ആ വേലുവിനെ നീ തള്ളിക്കളഞ്ഞത് നീ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമാ നിനക്കിപ്പോ ഉണ്ടായത്. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അതിന്റെ ഇരട്ടിയായിട്ട് നിനക്ക് തന്നെ കിട്ടി. അതോടെ എല്ലാം തീർന്നു. ഇനി നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നിന്നെ ശിക്ഷിക്കില്ല. ഇനി വേലുവീട്ടിന് കല്യാണം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല ചേച്ചി. ഇത്തരം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് കല്യാണത്തിലേക്ക് പോരുതെന്നുള്ള അഭിപ്രായക്കാരിയാ ഞാൻ. പക്ഷേ അങ്ങനെ പറയുന്നോണ്ട് എന്താ പ്രയോജനം? വേലുവിന്റെ മനസ്സമാധാനം പോവും, അത്രേ ഉള്ളൂ. ഇതവൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതറിഞ്ഞാലും ശരി, വേലു അതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാ. അവൻ നിന്നെ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാ. അങ്ങനെയുള്ള ഒരുവൻ അവന്റെ പെണ്ണൊരു തെറ്റ് ചെയ്താലും അത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും എടുക്കില്ല. ചേച്ചി എന്താ പറയുന്നതെന്ന് വെച്ചാ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. ഇനി അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. അവിടെ ചെന്നാലും നീ ഇതിന്റെ ഒന്നും ഒരു ഭാവവും കാണിക്കരുത്. പിന്നെ നിന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് നീ എത്ര സങ്കടപ്പെട്ടാലും അതുകൊണ്ടാണെന്ന് എല്ലാരും കരുതും. ശരിക്കും എന്റെ അമ്മൂമ്മ നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ ഇതൊക്കെ സംശയിച്ചായിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ലെന്നാ. എപ്പോഴും എന്റെ മനസ്സ് മാറിപ്പോയതെന്ന് എനിക്കറിയില്ല ചേച്ചി. അതേപ്പറ്റി ഒന്നും ഇപ്പൊ പറയണ്ട. നാട്ടിൽ നിന്ന് വന്ന ഒരാളെ കണ്ടപ്പോ അവൻ വിദ്യാസമ്പന്നനാണെന്ന് നീ കരുതി. അവനെ പരിചയിക്കുകയും കൂടി ചെയ്തപ്പോ കൂടുതൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുത്തു. ഇവിടെ തെറ്റെയ്തത് നീ മാത്രമല്ല, നിന്റെ വീട്ടുകാർക്കും അതിനകത്ത് തുല്യ പങ്കുണ്ട്. നിന്റെ അച്ഛനും അമ്മയും കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അവനെ പരിചരിക്കാൻ നിന്നോട് പറഞ്ഞ സമയത്ത് അത് വേലുവിനോട് പറയണമായിരുന്നു. പിന്നെ ഇത് ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നെ ഒരിക്കലും ഞാൻ പഴിക്കില്ല. നീ തെറ്റുകാരിയാണെന്ന രീതിയിൽ കാണത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ പറയാം. നീ ഇപ്പൊ ഇവിടെ ഇരിക്കെ. കല്യാണി അമലുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കാണല്ലോ. എന്തായോ എന്തോ പറ കല്യാണി, എന്തായി? ഇവിടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഞാൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിരണേട്ടനും കൂടെ ഒന്ന് വിളിച്ചേക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മേലും അറിയരുത്. എന്താ കല്യാണി, നീ കാര്യം പറ. വേറൊന്നുമല്ല കിരണേട്ടാ, അവൻ അമലുവിനെ പ്രണയിച്ച് പറ്റിക്കുക മാത്രമല്ല ചെയ്തത്. പോകുന്നതിന് മുമ്പ് അവൻ എല്ലാ അർത്ഥത്തിലും അമലുവിനെ തകർത്ത് കളഞ്ഞു. അവള് പ്രഗ്നന്റ് ആണോ? അതെ, തുടക്കമല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അബോർഷൻ ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരത്തുള്ളൂ. അതുവരെ വേലൂനെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കണം. ഇവിടെ അച്ഛൻ കിടക്കുന്നോണ്ട് അവിടെയൊക്കെ കുറച്ചേരം ഇരുന്നിട്ടേ വരത്തുള്ളൂ എന്ന് പറയണം.
ശരി നീയെ അവക്ക് മാക്സിമം ധൈര്യം കൊടുക്കണം. ഞാൻ ഡോക്ടറിനെ വിളിച്ചോളാം. ശരി കിരണേട്ടാ. അമലുവിന് അബദ്ധം പറ്റില്ലേ? ഓള് ഛർദ്ദിക്കാതെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അളിയൻ പറയുന്നതിന് മുമ്പേ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചാ ഞാൻ. പാവം ആ വേലു ഓളെ അമ്മയൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇനി ഇരു ചെവി അറിയാതെ ആ കുഞ്ഞെടുത്തോണ്ട് ഒഴിവാക്കണം. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ ഓനക്ക് ഏത് തരക്കാരനല്ലേ? അവൻ ഏത് തരക്കാരനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണല്ലോ. പിന്നെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അവനോടുള്ള ദേഷ്യം എനിക്ക് 10 മടങ്ങായി. അതുപോലെ തന്നെ അവനെ കൊല്ലാത്തുള്ള നിരാശയും കൂടി. ഇവനൊക്കെ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. കാർത്തിക് പോലും പറഞ്ഞിട്ടുണ്ട് പെൺവിഷയത്തിൽ അവൻ കുഴപ്പക്കാരനല്ലെന്ന്. പക്ഷെ ഇവിടെ അവൻ ആ ധാരണ തെറ്റിച്ചു. അളിയ ഓന് കാറ്റ് പിടിച്ചിക്കണമെങ്കിൽ അമലുവിനെ കയ്യിലെടുത്തേ പറ്റേണ്ടായിരുന്നുള്ളൂ. അതോ ഭംഗിയായി ചെയ്ത്. പിന്നെ ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കി ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഓനൊരാണല്ലേ. സാഹചര്യം ഒത്തു വന്നപ്പോ ഓന്റെ ഉള്ളിലുള്ള മൃഗം പുറത്തു വന്ന്. ഇനിയിപ്പോ പറഞ്ഞിട്ടത് കാര്യം, ഓളെ ജീവന് തുല്യ സ്നേഹിക്കുന്ന ഒരുത്തെ അടുത്തുണ്ടായിട്ടു അത് കാണാതെ പോയതാണ് ഓളെ ഏറ്റവും വലിയ തെറ്റ്. പേര് ഒരു കാരണവശാലും ഇതറിയാൻ പാടില്ല. അവനൊരു പാവം പിടിച്ച പയ്യനാ. എന്തൊക്കെ പറഞ്ഞാലുവേ നമ്മൾ സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതേ വിറകിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാ. കാട്ടിൽ ഞങ്ങൾ വിറകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അവിടെ സ്റ്റൗ ഒന്നും ഇല്ലല്ലോ. രാവിലെ ഇറങ്ങും വിറകെടുക്കാൻ. എന്താ പറയട്ടാ, ഇതൊക്കെ ഇവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അയ്യോ സാറേ, ഞാൻ ചെയ്യിച്ചതല്ല, അവൻ തന്നെ ചെയ്യുന്നതാ. അല്ല സാറേ, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനല്ലേ ഞാൻ വന്നത്. കുറച്ച് വിറക് വെട്ടി കയറണം. അതോടൊപ്പം ഒരുത്തനുണ്ടല്ലോ, അവനെ കാണുകയാണെങ്കിൽ അവനെ വെട്ടി കയറണം. അതിനുവേണ്ടി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്ല സാറേ, എന്റെ പെണ്ണിന് എങ്ങനെയുണ്ട്? വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ലടാ. വരൂ, നീ ഒന്ന് വന്നേ. എന്താ സാറേ, കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവളാണെങ്കിൽ ആകെ മരിച്ച മട്ടിലാ ഉള്ളത്. ഏയ് കുഴപ്പമൊന്നുമില്ല, നീ വാ. എന്താ സാറേ, ഒന്ന് പറ സാറേ. എടാ, അവളവിടെ അച്ഛൻ മരിച്ച ശേഷം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അത് കാരണം വയറിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഗ്യാസൊക്കെ കയറി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ അവളുടെ വയറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ട്രിപ്പിട്ട് അവിടെ കിടത്തിയിരിക്കുക. അയ്യോ, അപ്പൊ കുഴപ്പമാണോ? ഏയ് കുഴപ്പമൊന്നുമില്ലടാ. ഇതിന് കഴിയുമ്പോ അവളിങ്ങ് വരും. കല്യാണി ഇപ്പൊ അവിടെ കൂട്ടിരിപ്പുണ്ട്. അയ്യോ, അതെന്തിനാ ഇത്രയും തിരക്കുള്ളപ്പോ സാറമ്മ അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഞാൻ പോയി കൂട്ടിരിക്കായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ എന്റെ അച്ഛൻ കിടപ്പുണ്ട്, അമ്മയും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് നല്ല അടുപ്പമുള്ള ഹോസ്പിറ്റലാ. പിന്നെ കല്യാണി അവളെയും കൊണ്ടേ വരത്തുള്ളൂ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ സാറേ? എടാ ഒരു ബുദ്ധിമുട്ടില്ലടാ നിനക്ക്. ഞങ്ങൾ അറിഞ്ഞുകൂടാത്തോണ്ട് ഇങ്ങനെ പറയുന്നത്. അമലുവിന്റെ കാര്യം മൊത്തത്തിൽ കല്യാണി ഏറ്റെടുത്തേക്ക് അറിയൂ. അതുകൊണ്ട് അവളുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഏതു നേരവും അമലുവിനുണ്ടാവും. അതുപോലെ നീ അവളെ ഒന്ന് മൊത്തത്തിൽ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. വേറൊന്നുമല്ല, അവളുടെ അച്ഛൻ മരിച്ച ഷോക്കിൽ നിൽക്കുമല്ലേ. എന്ന് മാത്രമല്ല, അവളുടെ അച്ഛൻ മരിക്കാൻ അവളുകൂടി കാരണമാണെന്നുള്ളൊരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ട്. അവൾ അവനെ പ്രേമിച്ചുകൊണ്ടാണല്ലോ അവനവിടെ നിൽക്കാൻ പറ്റിയത്. എന്ത് ചെയ്യാനാ സാറേ, അതങ്ങനെ പറ്റിപ്പോയി. മാമിയുടെ കാര്യം കഷ്ടത്തില്ല. അതുകൊണ്ടല്ലേടാ പറഞ്ഞത് മാമിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് കുഴപ്പമില്ല സാറേ. അവിടെ ഊരിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്നും പോയി നിൽക്കുകയല്ലേ. മാമിക്ക് ഇവിടെ വന്നാലായിരിക്കും വിഷമം കൂടുതൽ. അപ്പോഴേ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കുറച്ച് കഴിയുമ്പോ കല്യാണി അമലുവിനും കൂടി എത്തിക്കൊടുക്കും. ശരിയടാ. അതെ, നീ ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട. നിന്നെ ഇവിടെ ജോലിക്കാരനായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടുത്തെ ഒരു അംഗമായിട്ടാ നിന്നെ ഞങ്ങളൊക്കെ കാണുന്നത്. എന്നാലും വെറുതെ ഇരുന്ന് ശീലമില്ല സാറേ.